അതിനെ ആസ്വദിച്ച് മനസ്സും ശരീരവും തിരുസന്നിധിയിൽ അർപ്പിച്ച സർക്കാർ ജീവിതത്തിൻ്റെ ധന്യതയിൽ നമുക്ക് അഭിമാനിക്കാം. വാക്കുകൊണ്ടും പുഞ്ചിരിക്കൊണ്ടും നാളിതുവരെ ചേർത്ത് പിടിച്ചത് ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ദൈവാനുഭവത്തിൻ്റെ നീർച്ചാലിലൂടെയുള്ള ജീവിതയാത്രകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. സഹനങ്ങളും ത്യാഗങ്ങളും ജീവിതത്തിൽ മാധുര്യമായി കാണാൻ പഠിപ്പിച്ച നിങ്ങളുടെ ജീവിതയാത്രയുടെ നാളുകൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ആശംസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. സ്വാഗതം ആശംസിക്കാനായി സാജനെ വേദിയിലേക്ക് ചേട്ടാ, ഫാദർ ജോർജ് കളപ്പുര, ഫാദർ അഗസ്റ്റിൻ മെരിക്കുമാക്കൽ, കുര്യൻ മെരിക്കുമാക്കൽ, സിസ്റ്റർ സിസിലി, ജൂബിലേറിയന്മാരായ ഫാദർ ഇമ്മാനുവൽ മെരിക്കുമാക്കൽ, സിസ്റ്റർ ബിൻസി ആൻഡ് സിസ്റ്റർ ഫിൽസി, മറ്റ് ക്ഷണിക്കപ്പെട്ടും അല്ലാതെയും വന്ന ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായ എല്ലാവരോടും ഒറ്റ വാക്കിൽ, അതായത് നമ്മളെ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ താമസിച്ചു പോയി. ഒരു 12 മണിക്കെങ്കിലും വൈൻഡപ്പ് ചെയ്ത് വരാമെന്നുള്ളതായിരുന്നു കണക്കൂട്ടൽ. അതിപ്പോൾ 1 മണിയായി പോയതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ആശംസിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കും. അടുത്തതായി നമ്മുടെ ഇവിടുത്തെ ഇടവക വികാരിയായ ജോർജ് അച്ഛനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ഒരുക്കിയ ദിവസമാണെന്ന് നമുക്കതിൽ സന്തോഷിച്ച് ഉല്ലസിക്കാം. സങ്കീർത്തനം 118:24. ഇന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മാനുഷ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫിൻസി സിസ്റ്റർ, ബഹുമാനപ്പെട്ട ഫിൻസി സിസ്റ്റർ, ബഹുമാനപ്പെട്ട വൈറ്റേരി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നേരം വളരെ വൈകിയെന്ന് എനിക്കറിയാം. എങ്കിലും പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മരിക്കുമക്കൾ കുടുംബം കാണിക്കുന്ന ഈ വലിയ ബഹുമാനത്തിനും ആദരവിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
ജൂബിലി ആഘോഷിക്കുന്ന ഇമാനുവൽ അച്ഛനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ജൂബിലിയുടെ ആശംസകൾ ഈ ഇടവകയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ദൈവം കൈപിടിച്ച് നടത്തിയ ഓരോ നിമിഷങ്ങളാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ ഫലമായിക്കൊണ്ട് ഓരോ ദൈവവിളികളും കടന്നു വരുന്നത് അപ്രകാരമാണ്, പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതിന് കർത്താവിനോട് വിശ്വസ്തതാപൂർവ്വം നിലനിന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ 3 വ്യക്തിത്വങ്ങൾ. അവർ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സുവിശേഷാനുസരണമായിട്ട് ജീവിക്കുവാനായിട്ട് തയ്യാറായതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ സമൂഹത്തിൽ നാം ഇവരെ ആദരിക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ജൂബിലി ആഘോഷം വളരെ വിലപ്പെട്ട ഒന്നാണ്. കാരണം പലതരത്തിൽ സന്യാസ ജീവിതത്തെയും വൈദിക ജീവിതത്തെയും എല്ലാം ഇഴകേറി കാണിച്ചുകൊണ്ട് നമ്മളെ താറടിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ചുറ്റുപാടുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അഭിമാനത്തോടു കൂടി സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഇവർ 3 പേരും വലിയ സാക്ഷികളായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ നല്ല മാതൃകകൾ എന്ന് നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കട്ടെ. അവർ കാണിച്ചു തന്നിരിക്കുന്ന ആ നല്ല മാർഗങ്ങൾ പ്രാർത്ഥനയുടെ മുറിക്കുവാനായി മധുരം വൈക്കമാക്കൽ പ്രസിഡന്റ് രാജേഷ് കറിയ 3 പേർക്ക് നൽകേണ്ടതാണ്. അടുത്തതായി ആശംസ പറയാൻ വേണ്ടി ബാബുസ് കറിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിദ്യാധ്യക്ഷൻ, അതുപോലെ ജീവിതം ആഘോഷിക്കുന്ന ഉമ്മാനോരച്ചൻ, സിസ്റ്റർ ഫിൻസി, മറ്റു പുരോഹിതരെ, ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വരിക്കമാക്കൽ കുടുംബാംഗങ്ങളും ഇടവാംഗങ്ങളും അയൽവാസികളുമായ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പങ്കെടുത്തതിന് ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമായി ഈ ദിവസം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സാധാരണ നമ്മുടെ കുടുംബത്തിൽ നിന്ന് 2 നമ്മളെ ഇളയമ്മമാരായ 2 നമ്മുടെ പൊന്നുതമ്പുരാന്റെ മുന്നിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഓരോ ചൂടും ദൈവാനുഗ്രഹത്തിന്റെ തണലിൽ ചേർത്ത് പിടിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമാനുവൽ അച്ഛനെയും വിൻസി സിസ്റ്ററിനെയും ഫിൽസി സിസ്റ്ററിനെയും തെളിയിക്കുവാൻ സ്നേഹപൂർവ്വം നമുക്ക് ക്ഷണിക്കാം. ഈ തെളിയിക്കുവാൻ നമ്മുടെ വരിക്കമാക്കൽ പ്രസിഡന്റ് രാജേഷ് കറിയെ തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി അപേക്ഷിക്കുന്നു. അടുത്തതായി 50 വർഷങ്ങളെ അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ജീവിതത്തെ മുഴുവനായിട്ടും സമർപ്പിച്ചുകൊണ്ട് ചെറുപ്പത്തിലെടുത്തിരിക്കുന്ന ആ കൊച്ചു തീരുമാനം
ഇന്നും അത് വിശ്വസ്തയോടുകൂടി നിലനിർത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അത് പരിക്കമാക്കൽ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ നാടിനും ഏറെ അഭിമാനിക്കുവാൻ നമ്മുടെ സഭയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവമേ അനുഗ്രഹിക്കുന്നു. സ്തുതി പാടിടും എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയൊരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. അടുത്തതായി അഗസ്റ്റിൻ അച്ഛനെ ആശംസിക്കുന്നു. വേദാധ്യക്ഷനും ഉപയോഗത്തിന് പ്രസിദ്ധമായ രാജസ്ത്രീയ ബഹുമാനത്തെ വികാരിച്ച വേദിയിലിരിക്കുന്ന ജുബിലന്മാരായ ബഹുമാനത്തെ മാനേജ ഫെൽസി സിസ്റ്റർ മറ്റ് ശിഷ്ടാർത്ഥികളെ പ്രിയ പരിക്കുമാക്കൽ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാളികളെ വീക്ഷണം സംഘത്തിലേക്ക് കടന്നുവന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ടും മുന്നോട്ടുള്ള ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി സിസ്റ്റർ സിസിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജൂബിലി നിറവിലായിരിക്കുന്ന സ്നേഹമുള്ള ഇമ്മാനുവലച്ച, ഫെൽസി സിസ്റ്റർ, വെൻസി സിസ്റ്റർ, പരിക്കമാക്കൽ കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. ഈ സങ്കീർത്തന വചനങ്ങളാണ് ഓർമ്മയിലേക്ക് വരുന്നത് ഈ നിമിഷത്തിൽ. സ്നേഹമുള്ളവരെ, ജൂബിലി ആഘോഷം എന്നത് പിന്തിരിഞ്ഞു നോക്കി നന്ദി പറയാനുള്ള അവസരമാണ്. മുന്നിലുള്ള നാളുകളെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന അവസരവും. ഈ നിമിഷത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും സ്നേഹമുള്ള ഇമ്മാനുവൽ അച്ഛനും ഒരുപാട് സ്നേഹത്തോടെ ജൂബിലിയുടെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ FCC സന്യാസ സമൂഹത്തിൻ്റെ പേരിലും സെൻറ് ജോസഫ് പ്രൊഫഷണൽ തലശ്ശേരിയുടെ പേരിലും പ്രൊഫഷണൽ മീഡിയ കൗൺസിലേഴ്സിൻ്റെയും
ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, ഇവിടെ എത്താൻ പറ്റാത്ത രോഗികളുണ്ട്, അവരെയും എല്ലാം ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പൊന്നാട അണിയിക്കാൻ നമ്മുടെ വരിക്കമക്കൾ പ്രസിഡന്റ് രാജേഷ് കറിയെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഫാദർ ഇമാനുവലിനെ പൊന്നാട അണിയിക്കാൻ ക്ഷണിക്കുന്നു. സിസ്റ്റർ വിൻസി. അടുത്തത് സിസ്റ്റർ ഫിൽസി. അതുപോലെ തന്നെ ആന്റിമാരുടെ കൂടെ തന്നെ ജൂബിലി അമ്പത് ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ടെസി മരിയ, സിസ്റ്റർ മേഴ്സി, സിസ്റ്റർ ജെസി ജോസ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sisters. മഠത്തിൽ സന്യാസ ജീവിതം സ്വീകരിച്ച് പോയിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അത് കഴിഞ്ഞ് ഇവരുടെ ഉരുപ്പിടിയിൽ നിന്ന് കുന്നോത്തേക്ക് പോയ ആ ഒത്തിരി യാത്രയൊക്കെ ഞാൻ ഒത്തിരി ആലോചിക്കുന്നുണ്ട്. അത് 50 വർഷം മുമ്പ്, അന്നത്തെ കാലത്ത് ഇതുപോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. അക്കാലത്ത് ഞങ്ങളെല്ലാം ഈ ഉരുപ്പിടിയിൽ നിന്ന് കുന്നോത്ത് പോയതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതുപോലെ ഈ അവസരത്തിൽ ഇത് ഏറ്റവും സന്തോഷകരമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ഇപ്പോൾ അതുകൊണ്ട് ഈ വിട്ടുപിരിഞ്ഞവരെ ഞാൻ ഈ സമയത്ത് വേണമെങ്കിലും വിളിക്കാവുന്ന ബാലകരും സത്യേന്ദ്രപ്പള്ളിയുടെ അടുത്തുള്ള പ്രീസ്റ്റോറിലാണ് താമസിക്കുന്നത്. ആർക്കെങ്കിലും നമ്മൾ വേണമെങ്കിൽ ഞാനത് കാർഡ് തരാം, വിളിക്കാം. വരാൻ പറ്റുന്ന അവസരങ്ങളെ തീർച്ചയായിട്ടും എത്തും. വളരെ ദൂരെയാണ് എങ്കിൽ പോലും എല്ലാവർക്കും ഒരു കൂടി നിന്ന് വരുന്നത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നന്ദി ആശംസിക്കാനായി സിസ്റ്റർ ഫിൽസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം എന്ന മഹാദാനം ഞങ്ങൾക്ക് നൽകി
മൊമെന്റോ കൈമാറുന്നതിനായി അഗസ്റ്റിനേച്ചിനെയും കുര്യനേച്ചിനെയും നമ്മൾ ക്ഷണിക്കുന്നു. അടുത്തതായി സ്റ്റെപ്പ് പിൻസിക്ക് വേണ്ടി കുര്യനേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് സിസ്റ്റർ വിൻസിക്കായി ജോർജ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ഫോർ അടുത്തതായി നന്ദി ആശംസിക്കാനായി സിസ്റ്റർ ഫിൽസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി ഇമാനുവൽ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, വലിയ സന്തോഷത്തോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുക. 9 വർഷം ദൈവസേനയിൽ സേവനമനുഷ്ഠിക്കാൻ അവസരം തന്നു ദൈവം. അപ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് ദൈവസേനയിൽ കൂടുതൽ വിലയുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും കൂടുതൽ വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്മ വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലഭിച്ചിരിക്കും. കാരണം ഈ 50 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ വിലയും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ അഭിമാനത്തോടുകൂടി ഞങ്ങളെ ഒന്നുകൂടി ഇതിനനുസരിച്ച് ജീവിതം കൂടി പൂർണ്ണമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ജൂബിലി ആഘോഷങ്ങൾ. ഇവിടെ ഒരിക്കൽ കുടുംബത്തിൽ പാലാരൂപതയിൽ നിന്ന് ആദ്യമായിട്ട് വൈദികനായ ഫാദർ തോമസ് വരിക്കുമാർ അച്ഛനാണ്. അദ്ദേഹം ജമാഅത്തിനായിരുന്ന കാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. കുർബാനയ്ക്ക് കൂടാനായിട്ട് പഠിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. കാലത്ത് സെമിയാനിയിലാണ് ഞാനത് പഠിക്കാൻ. ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തതായി അപ്പത്തെ തന്നെ ഈ വേദിയിലേക്ക് ആശംസിക്കായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസി സിസ്റ്റർ, പൊന്നാമയുടെ അച്ഛ, വികാരി അച്ഛ, വേദിയിലുള്ള വേദിയിൽ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ, പ്രിയപ്പെട്ട രാജു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ദിവസം ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ഒരു പ്രാവശ്യം ചെല്ലാത്തവരാരും ഉണ്ടാവില്ല. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ തുടങ്ങി അവസാനം നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു. ഒരു 15 പ്രാവശ്യം കൂടി നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ബലം. ആ വിശ്വാസമാണ് ബലം. ആ വിശ്വാസം നേരിൽ കാണുന്ന നിമിഷങ്ങളാണ് ഈ ബഹുമാനപ്പെട്ട വൈദികൻ സിസ്റ്റർമാർ, അതേപോലെ സദസ്സിലുള്ള എല്ലാ സിസ്റ്റർമാരും, എല്ലാ വൈദികരും. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം സത്യമല്ലെങ്കിൽ ഒരു ജൂബിലി ഉണ്ടാവില്ല. 1/2 നൂറ്റാണ്ടാണ് ദൈവം താങ്ങി നിർത്തി സ്വന്തം ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. ഇതിൽ കൂടുതൽ യാതൊരു വെളിപ്പെടുത്തലും വേണ്ട. നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണ്. ഇത് സത്യമാണ്, നമ്മുടെ വിശ്വാസവും സത്യമാണ്.
ഇവർ വിശുദ്ധി നിറഞ്ഞവരാണ്. ദൈവം കൈക്കൂപ്പെ കൊണ്ടുനടക്കുന്നവരാണ്. സത്യത്തിൽ ഇവരെ ആദരിക്കപ്പെടുന്നതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളെല്ലാവരും ആദരിക്കപ്പെടുന്നു. വിശുദ്ധരോട് കൂടി നിൽക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. അത് വിശുദ്ധർക്ക് മാത്രം ലഭിക്കുന്ന വിശുദ്ധിയാണ്. ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നു. ഞാൻ നിരൂപിക്കുന്നില്ല. എല്ലാവരും ആശംസിക്കുന്നു. പ്രാർത്ഥന നന്ദി, നമസ്കാരം. ഇനി ആർക്കെങ്കിലും ആശംസകൾ അർപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വന്ന് രണ്ട് വാക്ക് സംസാരിക്കാം. എല്ലാ സഹായ സഹകരണവും ചെയ്തു തന്ന ഇവിടുത്തെ വികാരിയച്ഛൻ Thank you, Sister Please.